ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മകരജ്യോതി ദർശനത്തിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടോടെ ലാഹയിലെത്തും. മഹാകുംഭമേളയ്ക്ക് തുടക്കം. 45 കോടി തീർത്ഥാടകർ ഒഴുകിയെത്തും. പൂർണ്ണ സജ്ജമെന്ന് UP സർക്കാർ. MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. നിലമ്പൂരിൽ മത്സരിക്കില്ല, UDF-നെ പിന്തുണയ്ക്കും. രാജി. ബംഗാളിലെ തൃണമൂൽ രാജ്യസഭാ സീറ്റിൽ കണ്ണുനട്ട്. VS ജോയ് മത്സരിക്കട്ടെ, ആര്യാടൻ ഷൗക്കത്ത് കഥ എഴുതട്ടെ എന്ന് പരിഹാസം. സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിച്ചോളുമെന്ന് ഷൗക്കത്തിന്റെ മറുപടി. പത്തനംതിട്ട കൂട്ടമാനഭംഗ കേസിൽ അന്വേഷണം ഊർജിതം. വിദേശത്തേക്ക് കടന്ന പ്രതികളെ നാട്ടിലെത്തിക്കാൻ നീക്കം. ഇതുവരെ 39 കേസുകൾ. കൂടുതൽ അറസ്റ്റിന് സാധ്യത. അന്വേഷണ റിപ്പോർട്ടുമായി DGP നാളെ ദേശീയ വനിതാ കമ്മീഷന് മുന്നിലേക്ക്. നെയ്യാറ്റിൻകര സമാധി കേസിൽ അടിമുടി ദുരൂഹത. കല്ലറ പൊളിക്കുന്നത് തടഞ്ഞ് മകനും ബന്ധുക്കളും. നടപടികൾ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ. പ്രദേശത്ത് കനത്ത സുരക്ഷ. വയനാട്ടിൽ വീണ്ടും കടുവാ ഭീതി. അമരക്കുനിയിൽ ആടിനെ കടിച്ചു കൊന്നു. കൂട്ടിലാക്കാൻ ഊർജിത നീക്കം. കൂടുതൽ സന്നാഹങ്ങൾ ഉറപ്പാക്കി ജില്ലാ ഭരണകൂടം. ലോസ് ഏഞ്ചൽസ് കാട്ടുതീയിൽ മരണസംഖ്യ ഉയരുന്നു. ശക്തമായ കാറ്റ് രക്ഷാദൗത്യത്തിന് വെല്ലുവിളി. ഇനിയും തീ പടരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ഗാന്ധി ബംഗാളിൽ യാത്ര നടത്തിയപ്പോൾ ആ യാത്രയോടൊപ്പം പോകാതിരുന്ന ആളാണ്. ഇപ്പോൾ നടക്കുന്ന ഡൽഹി പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് മമതാ ബാനർജിയുടെ പാർട്ടി. ആ പാർട്ടിയുടെ നേതാവ് പറയുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് സാധ്യമാകാത്തതോ ആയിട്ടുള്ള കാര്യം കേരളത്തിൽ പ്രാവർത്തികമാക്കും എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അഴിമതിക്കാരെല്ലാവരും ഒരു കൊടക്കീഴിൽ അണിനിരത്താൻ PV അൻവർ നടത്തുന്ന ശ്രമത്തിന് വളരെ സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ അഴിമതിക്കാരെയും ഒരുമിച്ച് നിർത്തി അദ്ദേഹം ഒരു മുന്നണിയുടെ ഭാഗമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിൽ ഈ പ്രോട്ടോകോൾ, അതായത് ഒരു എങ്ങനെയാണ് അന്യരാജ്യങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങളിലെ എംബസികളുമായിട്ട് ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധി ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. ജനപ്രതിനിധികൾ, മന്ത്രിമാർ, അങ്ങനെയുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലെ എംബസികളുമായിട്ട് ഇടപെടുന്നത് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമായിരിക്കണം. അദ്ദേഹം അങ്ങനെ അനുവാദം വല്ലതും വാങ്ങിയിട്ടാണോ പോയത് എന്ന് എനിക്കറിയില്ല. വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചുകൊണ്ടാണോ പോയത് എന്ന് എനിക്കറിയില്ല. ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ നിവേദനം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമം തലനാരിഴ കീറി പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അതിൽ പരിശോധിച്ചതിന് ശേഷമേ കൃത്യമായിട്ട് പറയാൻ പറ്റൂ.
ശരി. മുൻ കേന്ദ്രമന്ത്രി BJP നേതാവ് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിൽ സമാധി കേസിൽ കല്ലറ പൊളിക്കാൻ പോലീസ്. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. വിവരങ്ങളുമായി പ്രജിത്ത് ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എന്തിനാണ് ഈ പ്രതിഷേധം? കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ സമാധിയൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഒരു നിലപാട്. തങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ തടയുന്നത് ഈ പറയുന്ന രീതിയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ ഭാര്യ അടക്കമുള്ളവർ, മക്കളടക്കമുള്ളവർ ആ സമാധിക്ക് ചുറ്റുമിരുന്ന് വലയം തീർത്തുകൊണ്ടായിരുന്നു ഒരു പ്രതിഷേധ രീതിയിലേക്ക് പോയത്. ഇപ്പോഴും അവിടെ ആ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. ഇവർ ഒരു വശത്തേക്ക് പോലീസ് പിടിച്ചു മാറ്റിയാണ് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടെ ഈ സമാധിക്ക് ചുറ്റും ഒരു ബാരിക്കേഡ് പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു മറയൊക്കെ കെട്ടി ഈ സമാധി പൊളിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സമാധി പൊളിക്കുന്ന നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും. പക്ഷെ കുടുംബം എപ്പോഴും പറയുന്നത് തങ്ങളുടെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളാണ്, അതിൽ പോലീസിന് ഇടപെടേണ്ട ആവശ്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ് തുടങ്ങിയ നിലപാടുകൾ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തോടൊപ്പം ഒരു ഭാഗം നാട്ടുകാരും ചില ഹൈന്ദവ സംഘടനകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷ്ണരാജ്. പ്രജിത്ത്, ഈ ബന്ധുക്കളും നാട്ടുകാരും എന്താണ് പറയുന്നത്? ചിലർ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിനെതിരെയാണ്. ചിലർ പറയുന്നത് ഇദ്ദേഹത്തെ കുറെ നാളുകളായി കാണാനില്ലായിരുന്നു, ഒരു കാണാതെ മിസ്സിംഗ് വരെ കേസ് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തെ ഒരു സ്വയം സമാധിയായി എന്നുള്ളൊരു കഥ അത് ചില ബന്ധുക്കളും നാട്ടുകാരും ഒന്നും വിശ്വസിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതിലൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണരാജ്, ഈ ദുരൂഹത എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ആ ദുരൂഹത മാറുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെയും ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അനുമതി നൽകിയതിനു ശേഷമാണ് ഇത്തരം ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഒരു ഭാഗം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇവർക്കെതിരെ തന്നെ നിലനിൽക്കുന്നു. ഈ നിലവിൽ കുടുംബം പറയുന്ന ന്യായവാദങ്ങളോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതും അദ്ദേഹത്തെ കാണാതായിട്ട് ദിവസങ്ങളായി തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളും ഒക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ വരാം. BSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഈ നെയ്യാറ്റിൻകര സമാധി കേസിൽ ദുരൂഹത ഉറപ്പാണോ? ഇതിലൊരു ദുരൂഹതയില്ല. അദ്ദേഹം 35 വർഷം കൊണ്ട് എനിക്കറിയാവുന്ന ആളാണ്. അയാൾ സന്യാസിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ അദ്ദേഹത്തിന് സമാധി ഇരുത്തേണ്ട സ്ഥലമൊക്കെ അദ്ദേഹം സ്വയം തയ്യാറാക്കിയിരുന്നു. എല്ലാം അതിൻ്റെ അടപ്പം എല്ലാം ശരിയാക്കിയിരുന്നു. സമാധിയായി 3:30 മണിക്ക് മുമ്പേ മകൻ്റെ ഇത് സമാധി ചടങ്ങുകളോടുകൂടി 3:30-ക്ക് മൂടിയിടണമെന്ന് പറഞ്ഞു. അപ്പം പൂജാരിയാണ് ഒരു മോൻ, ഒരാൾ ജോലിയുള്ള ആളാണ്. അവരും എല്ലാവരും കൂടി അത് ചെയ്തു. എന്നിട്ട് സമാധിയായവർ അവരാണ് എല്ലായിടം പോസ്റ്റ് ഒട്ടിച്ചത്. ഈ പ്രദേശത്തെ ഒരു ഹിന്ദുവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു ഭാഗം ആളുകൾ സംഘടിച്ചത് ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഹിന്ദു അല്ലല്ലോ. ഹിന്ദുവിന്റെ ചടങ്ങ്, ഹിന്ദു എല്ലാ ചടങ്ങും നടത്തി വെച്ചിരിക്കുന്നത് അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എടുത്തോണ്ട് പോകണം. എന്തിന്? അല്ല, ഒരു നോട്ടീസാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് തരട്ടെ. പൊളിക്കുന്നത് ആരോ പൊളിക്കട്ടെ. പക്ഷെ ചെയ്യുന്നത് ഒരു ഭാഗം ഈ തീവ്രവാദികൾക്ക് വഴങ്ങിക്കൊണ്ടുള്ളതാണ്. അത് ചെയ്യാൻ കഴിയില്ല. അതിനെ ചെറുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ സമാധി സ്ഥലം പൊളിക്കാൻ പാടില്ലെന്നാണോ? സമാധി സ്ഥലം ഇപ്പൊ നോട്ടീസ് കൊടുക്കണമല്ലോ. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാമിയുടെ ഭാര്യ നിൽക്കുന്ന സമയത്ത് അവര് വിശ്വസിച്ച് സമാധി സ്ഥലം അങ്ങനെ സമാധി വെച്ചിരിക്കുന്ന സ്ഥലത്തിനെ നിമിഷം കൊണ്ട് പോലീസ് വന്ന് എടുത്തോണ്ട് പോകുന്നതാണ്. അവരറിയിക്കണ്ടേ ഞങ്ങളെ പൊളിക്കാൻ പോവുകയാണ് എന്ന്? അത് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾക്കും തൃപ്തി വരണ്ടേ? ആരെങ്കിലും മത തീവ്രവാദികൾ പറഞ്ഞ കേട്ടോണ്ടാണോ ചെയ്യേണ്ടത്? അപ്പൊ അതിനാണ് ഞങ്ങൾ സംഘടിച്ചു വന്നത്. അല്ല, അങ്ങനെ പോലീസ് അറിയിപ്പ് കൊടുക്കാതിരിക്കുമോ എന്നൊരു സംശയമുണ്ടല്ലോ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരുന്നുണ്ട്. അത് മാധ്യമത്തില് ഞാൻ RTI ഉണ്ട്, ഇവിടെ പുറന്ന ഓഫീസിൽ ഞാൻ സംസാരിച്ചത്. അവർ തന്നിട്ടില്ല. അവർക്ക് അവരുടെ ന്യായമായ ആവശ്യമല്ല, അവർ തരട്ടെ. അത് തന്നാലേ ഇത് ചെയ്യാവൂന്നാണ് നമ്മൾ പറയണേ. ശരി, ശ്രീ വിഷ്ണു ചന്ദ്രശേഖരൻ, ന്യായം ഉണ്ട് അതില്. ശരി, പ്രതികരിച്ചത്. പോലീസ് ഇവരെ അറിയിക്കാതെയാണ്
ഇത് പൊളിക്കാനായി എത്തിയത് എന്നാണ് VSDP നേതാവ് കൂടിയ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്. മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ടാകും, പക്ഷേ നിയമപരമായ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. ഏതായാലും പോലീസ് സമാധി സ്ഥലം പൊളിക്കും എന്ന നിലപാടിൽ തന്നെയാണ്. സബ് കളക്ടർ അവിടെയുണ്ട്, പക്ഷേ ബന്ധുക്കളും മകനുമൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഇനി സന്നിധാനത്തേക്കാണ്. അവിടെ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാകുന്നു. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമല സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 81,001 ഭക്തർ. 8,276 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും 1,188 പേർ പുല്ലുമേട് വഴിയും ദർശനത്തിനെത്തി. ഇന്ന് രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ്. നാളെ സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിക്ക് പ്രവേശിക്കുന്ന രാവിലെ 8:45 മകരസംക്രാന്തി പൂജ. വൈകുന്നേരത്തോടെ തിരുവാഭരണവും സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ഇന്ന് പമ്പ വിളക്കും പമ്പ സദ്യയും നടക്കും. സനാതനധർമ്മത്തിൻ്റെ വിരാട സംഗമത്തിന് തുടക്കം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കമായി. രാവിലെ മുതൽ ഭക്തസഹസ്രങ്ങളാണ് ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തുന്നത്. ഇന്നു മുതൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലയളവിൽ 45 കോടി ഭക്തർ കുംഭമേള നഗരിയിലേക്ക് എത്തുമെന്നാണ് കണക്കുകൾ. വിവരങ്ങളുമായി നന്ദഗോപൻ ഇപ്പം ചേരുന്നു. നന്ദഗോപൻ, മഹാകുംഭമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. അവിടെ അന്തരീക്ഷം എങ്ങനെ? കൃഷ്ണരാജ്, ഇന്ന് പൗർണമി സ്നാനത്തോടു കൂടിയാണ് മഹാകുംഭമേളയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ഇനി 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ ആഘോഷം അല്ലെങ്കിൽ മഹാകുംഭമേളയാണ് ഈ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമ ഭൂമിയിൽ നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്നിപ്പോൾ ഉച്ചവരെ ഏതാണ്ട് 60 ലക്ഷത്തിലധികം ജനങ്ങൾ സ്നാനം നിർവഹിക്കുവാൻ വേണ്ടി ത്രിവേണി സംഗമ ഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് അത്രത്തോളം തന്നെ ആൾക്കാർ എത്തുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഏതാണ്ട് 1 കോടിയിലധികം ജനങ്ങൾ ഇന്ന് തന്നെ സ്നാനകർമ്മത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഉത്തർപ്രദേശ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. നാളെ ഇതിൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നാനമാണ്. അതായത് ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമ ഭൂമിയിൽ സ്നാനം നടത്തി ജീവൻ മുക്തി നേടുക എന്നുള്ളതാണ് ഭക്തരുടെ സങ്കല്പവും അഭിലാഷവും. അതിൽ ഏറ്റവും പ്രധാനം ഷാഹി സ്നാനം എന്നറിയപ്പെടുന്ന രാജകീയ സ്നാനങ്ങൾ. അത് 3 ദിവസങ്ങളിലാണ് ഉണ്ടാകുക. അത് ഒന്ന് നാളെയാണ്, മകരസംക്രാന്തി ദിനമായ നാളെ ഉണ്ടാകും. പിന്നെ ജനുവരി 29 ഫെബ്രുവരി 3 എന്നീ തീയതികളിലാണ് ഈ ഷാഹി സ്നാൻ ദിവസങ്ങൾ അല്ലെങ്കിൽ രാജകീയ സ്നാന ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് 10 കോടിയോളം ജനങ്ങൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണാം വലിയ തീർത്ഥാടന പ്രവാഹമാണ് പ്രയാഗ്രാജിലെ ഈ സംഗമ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അണമുറിയാതെ ഭക്തർ രാവിലെ മുതൽ തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഭക്തർക്ക് വേണ്ട മുഴുവൻ ക്രമീകരണങ്ങളും ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇത്രയധികം കോടിക്കണക്കിന് ജനങ്ങൾ ഭക്തരെത്തുന്ന അവർക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളടക്കം തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഒരു ഭക്തൻ
ഒരുത്തനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഭക്തരെല്ലാം പൂർണ്ണ സംതൃപ്തർ തന്നെയാണ്. ഏതായാലും ഈ കുംഭമേള ഓരോ ദിവസവും നീണ്ടുപോകും തോറും ഭക്തരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നുമൊക്കെ തന്നെ ഭക്തർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം 144 വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത്. അതായത് 12 കുംഭമേളകൾ, 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയാണ് ഈ പ്രയാഗ്രാജിലിൻ്റെ മണ്ണിൽ നടക്കുന്നത്. സൂര്യ ചന്ദ്ര വ്യാഴ ഗ്രഹങ്ങൾ പ്രത്യേക രാശിയിലെത്തുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ഈ കുംഭമേള സ്നാനകർമ്മങ്ങൾ നടക്കുന്നത്. അതിനാൽ തന്നെ ജ്യോതിഷശാസ്ത്രപ്രകാരം അതീവ വിശിഷ്യമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലെങ്കിൽ സ്നാനകർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഉചിതമായ ദിനം എന്നതിനാൽ തന്നെ ഇത് കേട്ടറിഞ്ഞും മനസ്സിലാക്കിയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തരുടെ തീർത്ഥാടകരുടെ പ്രവാഹമാണ്. ഏതാണ്ട് 10,300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രയാഗ്രാജിലേക്കുണ്ട്. അതിൽ 3,300 സർവീസുകൾ ഇതിനുവേണ്ടി മാത്രം സ്പെഷ്യലായി പ്രയാഗ്രാജിലേക്ക് റെയിൽവേ നടത്തുന്നു. കേരളത്തിൽ നിന്നുമടക്കം സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നും മലയാളികളുടെ ഒരു സാന്നിധ്യം അടക്കം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുമുള്ള മഠങ്ങളുടെ സാന്നിധ്യം, സന്യാസി മഠങ്ങളുടെ മാതാ അമൃതാനന്ദമയി മഠം പോലുള്ള സന്യാസി മഠങ്ങളുടെ ഒരു സാന്നിധ്യവും ഈ പ്രയാഗ്രാജിലെ ഈ പുണ്യഭൂമിയിലുണ്ട്. മാത്രമല്ല അമൃത ആശുപത്രിയുടെ സേവനമടക്കം ഈ പുണ്യഭൂമിയിൽ സൗജന്യമായി ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരത്തിൽ, ഗംഗയുടെ തീരത്ത് 12 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മഹാകുംഭമേള നഗരി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് അവിടേക്ക് കടന്നു പോകുന്ന ഒരു വഴി മാത്രമാണ്. മലയാളികളാണ്. എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട്, എറണാകുളം, ബാംഗ്ലൂർ, പറവൂർ. കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം എന്താണ് കുംഭമേളയുടെ സവിശേഷത കേട്ടറിഞ്ഞ് ആദ്യമായി വന്നതാണ്? ഇവിടെ ആദ്യമായിട്ടാണ് വന്നേക്കണത്. പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, അതുകൊണ്ട് വന്നതാണ്. നാളെയാണ് ഞങ്ങൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പറ്റി ഇന്നൊന്ന് കുളിക്കും, അല്ലെങ്കിൽ നാളെ എന്തായാലും കുളിക്കും. എന്താ മഹാകുംഭമേളയെ പറ്റി? 144 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭമേള ഉണ്ടാവുന്നത്. അർദ്ധകുംഭമേള 6 years, 12 years പൂർണ്ണ കുംഭമേള. 12 വർഷം കൂടിയിട്ട് 144 വർഷം കൊണ്ടിട്ടാണ് മഹാകുംഭമേള വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന കാര്യം. അതെ, ഇപ്പം നടക്കാൻ പോകുന്ന കാര്യം. ഇനി വേറൊരു മനുഷ്യത്തിൽ വേറെ ജന്മം കിട്ടിയാലും വരാനാകില്ല. കാരണം 144 വർഷം ഒരാൾ ജീവിക്കൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും തൃപ്തിയായിട്ട് പോയി വരണമെന്ന് വിചാരിച്ച് 10-ാം തീയതി വന്നാൽ അവിടെ. ഇനി 15-ാം തീയതി 14 കുളി കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16 ഇതുവരെയായിട്ട് ഇവിടെ കണ്ടപ്പോൾ തോന്നിയ ഒരുക്കങ്ങൾ എങ്ങനെയുണ്ട്? സൂപ്പർ, നമ്പർ 1. ഇത്രയും കാലം നമ്മളിവിടെ ഒരുപാട് കാലമായി വരുന്നു. പക്ഷെ ഇത്രയും വൃത്തിയായിട്ട് ഇതിങ്ങനെ നടത്താൻ. പക്ഷെ ഒരൊറ്റ പ്രശ്നം, ഈ നടത്തം. ഇന്നലെ 13 കിലോമീറ്റർ നടന്നു, ഇന്നിപ്പോൾ 6 കിലോമീറ്റർ നടന്നു പോവുകയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, അഗാഡ. നമ്മളൊരു മലയാളി സ്വാമിയുണ്ട്, നിങ്ങൾ വേണമെന്ന് സെക്ടർ 20. എന്താണ് യോഗി സർക്കാരിന്റെ ഒരു തയ്യാറെടുപ്പ്? അങ്ങേരുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായിട്ട് അച്ചടക്കത്തോട് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ആളെ നമ്മളെ ഉന്തിയിട്ട് തട്ടും. അങ്ങേരെ വാസൽ കാല് തൊട്ട് തൊഴുത് നമസ്കരിക്കണം. സൂപ്പർ. മലയാളികളാണ് വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരാണ്. ഈ മഹാകുംഭമേളയിൽ ഒരു മനുഷ്യായുസിൽ കഴിയുന്ന സാധ്യമാകുന്ന ഒരു കർമ്മം അത് നിർവഹിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും വന്നവരാണ്. അവർ ഇവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തിയതാണ്. അതായത് ഒരു തരത്തിലുള്ള പരാതിയും പരിഭവവും അവർക്കില്ല. ആകെയുള്ളത് ഈ നടത്തം മാത്രമാണ്. ഏതാണ്ട് 12 കിലോമീറ്ററാണ് ഈ ഗംഗയുടെ തീരത്ത് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്രയധികം കോടി ജനങ്ങൾ എത്തുന്ന ഒരു കർമ്മം, അവിടെ വാഹന സൗകര്യം ഒരുക്കുക, അത് നടക്കാൻ സാധ്യത അല്ലെങ്കിൽ അത് വളരെ ദുഷ്കരമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും. അതിനാൽ തന്നെ ഭക്തജനങ്ങൾ കാൽനടയായി തന്നെ സ്നാനകർമ്മത്തിന് എത്തണമെന്നുള്ളത് തന്നെയാണ് പോലീസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ സ്നാന ദിവസങ്ങളിൽ വാഹനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല. മറ്റ് ഈ പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങളല്ലാതെ, അതായത് ഈ 45 ദിവസങ്ങളിൽ 7 സ്നാന ദിവസങ്ങൾ വരുന്നു. അതിൽ 3 ദിവസങ്ങൾ രാജകീയ സ്നാനം അല്ലെങ്കിൽ ഷാഹി സ്നാനം എന്നറിയപ്പെടുന്ന 3 രാജകീയ ദിവസങ്ങളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ മകരസംക്രാന്തിയോടനുബന്ധിച്ച് ഈ നമ്മൾ സന്യാസി ശ്രേഷ്ഠന്മാർ അവർ സ്നാനത്തിനായി തിരഞ്ഞെടുക്കുന്ന ദിനമാണ് ഈ മകരസംക്രാന്തി ദിനമെന്നുള്ളത്. അതായത് നമ്മൾ ഈ
ഹിമാലയൻ ഭൂമിയിൽ തപസ്സിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ അവർ സ്നാനത്തിനായി എത്തുന്ന പുണ്യമുഹൂർത്തമാണ്. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രയാഗ്രാജിൽ തുടക്കം. വലിയ ഭക്തജന തിരക്കാണ് അവിടേക്കുള്ളത്. ഏതായാലും വിശദമായി റിപ്പോർട്ട് നൽകുകയായിരുന്നു, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് നന്ദഗോപൻ. മഹാകുംഭമേളയ്ക്ക് പോയ ട്രെയിന് നേരെ കല്ലേറ്. പ്രയാഗ്രാജിലേക്ക് പോയ ട്രെയിനിന് നേരെയാണ് കല്ലേറുണ്ടായത്. പ്രയാഗ്രാജ് തപ്തി ഗംഗ എക്സ്പ്രസ്സിന് നേരെയാണ് കല്ലേറുണ്ടായത്. മഹാരാഷ്ട്രയിലെ ജൽഗാവിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോഴാണ് ട്രെയിനിന് നേരെ ആക്രമണമുണ്ടായത്. ട്രെയിനിൻ്റെ ഗ്ലാസ് ആക്രമണത്തിൽ തകർന്നു. സംഭവത്തിൽ സെൻട്രൽ റെയിൽവേയും പോലീസും അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ റെയിൽവേ പോലീസ് പരിശോധിച്ചു. മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായമായത്. പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രാവിലെ 8 മണിയോടെ സമരം അവസാനിപ്പിച്ച് ബിഷപ്പ് ഹൗസിൽ നിന്ന് വൈദികർ മടങ്ങി. സമരം ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെന്നും പ്രതീക്ഷകളുണ്ടെന്നും വൈദികർ പ്രതികരിച്ചു. ഒരു മാസത്തിനുള്ളിൽ മുഴുവൻ കാനോനിക സമിതികളും കൂരികളും പുനഃസംഘടിപ്പിക്കും. വൈദികർക്കെതിരെ എടുത്ത കേസുകളിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നും ബിഷപ്പ് ഹൗസിനുള്ളിൽ നിന്ന് പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നുമുള്ള ഉറപ്പുകൾ സമരത്തിലുള്ളവർക്ക് ലഭിച്ചു. പ്രശ്നപരിഹാരത്തിന് ഒരു മാസത്തെ സമയമാണ് ആർച്ച് ബിഷപ്പ് തേടിയിട്ടുള്ളത്. ഈ മാസം 20-ന് തുടർ ചർച്ചകൾക്ക് തുടക്കമാകും. പ്രശ്നപരിഹാരത്തിന് തുടക്കമായതായി ചർച്ചകൾക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അറിയിച്ചു. കളക്ടർ നടത്തിയ രാത്രിയിലെ ചർച്ചകൾ വഴിമുട്ടിയതോടെ ചികിത്സാർത്ഥം തലശ്ശേരിയിലേക്കുള്ള യാത്രയിലായിരുന്ന മാർ പാംപ്ലാനി തൃശൂരിൽ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചെത്തി. സമരത്തിലുള്ള 21 വൈദികരുമായി ചർച്ച നടത്തിയതോടെയാണ് സമരം അവസാനിപ്പിക്കാൻ ധാരണയായത്. വൈകിയ വേളയിൽ നടന്ന ചർച്ചകളിലും പ്രതീക്ഷയുണ്ടെന്ന് സമരം അവസാനിപ്പിച്ചു മടങ്ങിയ വൈദികർ പറഞ്ഞു. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രശ്നപരിഹാര നീക്കങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ഫാദർ രാജൻ പുന്നക്കൽ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് സാറിൻ്റെ ഇടപെടൽ വഴി അഭിവന്ദ്യ പാംപ്ലാനി ജോസഫ് പിതാവുമായി ഞങ്ങൾ 21 പേരുമായി ഒരു ചർച്ച നടത്തി. 10:30 ഞങ്ങൾ മീറ്റിങ്ങിന് ഇരുന്നു. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ഞങ്ങൾ ഏറ്റവും അടിയന്തരമായ ഏതാണ്ട് 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ പിതാവിനോട് അവതരിപ്പിച്ചത്. അടുത്ത ഒരു ഘട്ടത്തിൽ ചർച്ച 20-ാം തീയതി അല്ലേ 20-ാം തീയതി പിതാവിൻ്റെ ഒരു ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകും. അതെ, വളരെയധികം പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ സഭാ നേതൃത്വത്തിലെ ജോർജ് ആലഞ്ചേരിയും ബോസ്കോ പുത്തൂരും ആൻഡ്രൂസ് താഴത്തും ഉൾപ്പെടെയുള്ളവരാണെന്നാണ് വൈദികരുടെ ആരോപണം. സമരരംഗത്തുള്ള വൈദികരെ ശനിയാഴ്ച പുലർച്ചെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ നടത്തിയ ശ്രമത്തിനിടെ ആരംഭിച്ച സംഘർഷം വിശ്വാസികളും വൈദികരും പോലീസുമായുള്ള കയ്യാങ്കളിയിലായിരുന്നു കലാശിച്ചത്. ജനം, കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷിന് ജാമ്യം അനുവദിച്ചത് എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. കേസിൽ മൃദംഗ വിഷൻ MD നിഗോഷ് കുമാർ അടക്കമുള്ളവർക്ക് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, പറയും. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ ആ നൃത്തപരിപാടിയുടെ സ്റ്റേജ് ക്രമീകരണം ഒരുക്കിയത് ഓസ്കാർ ഇവന്റ്സ് ആയിരുന്നു. ഇതിന്റെ ഉടമയായിട്ടുള്ള PS ജനീഷിനാണ് ഇപ്പോൾ നിലവിൽ എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു അപേക്ഷ പോലീസ് കോടതിയിൽ മുന്നോട്ട് വെച്ചെങ്കിലും ആ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു. കേസിൽ നേരത്തെ തന്നെ മൃദംഗ വിഷൻ MD ആയിട്ടുള്ള, അതായത് ഈ പരിപാടിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള മൃദംഗ വിഷൻ MD നിഗോഷ് കുമാർ അടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നതാണ്. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് തൃശ്ശൂരിൽ നിന്ന് PS ജനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഈ നിഗോഷ് കുമാറിനോടും ജനീഷ് അടക്കമുള്ളവരോടും കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു. നിഗോഷ് അതിന്റെ അടിസ്ഥാനത്തിൽ കീഴടങ്ങിയിരുന്നുവെങ്കിലും ജനീഷ് കീഴടങ്ങിയിരുന്നില്ല. തുടർന്നാണ് 7-ാം തീയതി പോലീസ് തൃശ്ശൂരെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റേജ് ക്രമീകരണത്തിലടക്കം വലിയ രീതിയിൽ വീഴ്ച ഉണ്ടാക്കി അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് ഈ ജനീഷിനെതിരായിട്ടുള്ള കുറ്റം. മൃദംഗ വിഷൻ CEO ആയിട്ടുള്ള നിഗോഷ് കുമാറിനടക്കമുള്ളവർക്ക് ജാമ്യം നൽകിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോടതി ജനീഷിനും ജാമ്യം അനുവദിച്ചത്. കസ്റ്റഡിയിൽ വേണമെന്നുള്ള പോലീസിന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, ഓസ്കാർ ഇവന്റ്സ് ഉടമയ്ക്ക് ജാമ്യം കോടതി നൽകിയിരിക്കുന്നു. വിവരം നൽകുകയായിരുന്നു രേഷ്മ ബാബു. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ചു. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഇനിയുള്ള കാലം പിണറായിസത്തിനുള്ള അന്ത്യത്തിന് വേണ്ടിയെന്ന് രാജിക്ക് ശേഷം PV അൻവർ പ്രതികരിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ കുടക്കീഴിലാകും തുടർന്നുണ്ടാവുകയെന്നും അൻവർ പറഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച വിവാദ പ്രസ്താവനകൾ നടത്തിയ നിലമ്പൂർ മുൻ MLA
PV അൻവർ ബംഗാൾ തുരുത്തിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വവും PV അൻവർ സ്വീകരിച്ചു. പിണറായി സത്തിനെതിരെ പോരാടുമെന്നായിരുന്നു രാജിവെച്ച ശേഷമുള്ള PV അൻവറിന്റെ ആദ്യ പ്രതികരണം. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ചു നിൽക്കുന്നവരുണ്ട്. പിണറായി സത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. ഇവരെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. പിണറായി സത്തിനെതിരെ താൻ ആദ്യം ശബ്ദമുയർത്തിയപ്പോൾ CPM-ലെ ഉന്നതർ തനിക്ക് പിന്തുണ നൽകി. പിന്തുണ നൽകിയ നേതാക്കളുടെ പേര് പറയാതെ അൻവർ അവിടെയും സസ്പെൻസ് നിലനിർത്തി. കഴിഞ്ഞ 5 മാസമായി പിണറായി ഗവൺമെന്റിനെതിരെ, പിണറായി സത്തിനെതിരെ എനിക്ക് പിന്തുണ നൽകിയ പൊതുസമൂഹത്തോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം രണ്ടാമതായി 2016-ലും 2021-ലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന നിലമ്പൂരിലെ ജനങ്ങൾക്കും വോട്ടർമാർക്കും നിയമസഭയിൽ ആദ്യമായി എത്തിച്ചേരാൻ എനിക്ക് പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. കോൺഗ്രസിനെയും VD സതീഷിനെയും പൂർണ്ണമായും വാഴ്ത്തിപ്പാടിയ അൻവർ സഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് നിരുപാധികം ക്ഷമ പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. UDF-ലേക്ക് അടുക്കാൻ ഒരുങ്ങുമ്പോഴും KPCC അംഗം ആര്യാടൻ ഷൗക്കത്തിനോടുള്ള അനിഷ്ടം തുറന്നു കാട്ടാനും അൻവർ മടിച്ചില്ല. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എല്ലാം വിമർശിച്ചുകൊണ്ട് പിണറായിയുടെ മുൻ വിശ്വസ്തൻ പടിയിറങ്ങുമ്പോൾ ഇനി എന്തെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം. PV അൻവറിന്റെ നിലപാടിൽ വീണ്ടും UDF ക്യാമ്പിൽ അങ്കലാപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടത് പാർട്ടിയാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസിനാണെന്ന് PK ബഷീർ MLA-യും വ്യക്തമാക്കി. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് നേതാക്കളുടെ പ്രതികരണം. അതിൻ്റെ ശരികേടിനെ കുറിച്ചും അതിൻ്റെ ശരിയെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ പാർട്ടിയും UDF ഒക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. അത് രാജ്യക്കറും പിന്തുണക്കലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ഞാനെന്ന് പറയാൻ അത് അദ്ദേഹം അങ്ങനെയാണ് നല്ല കാര്യം, അല്ലാതെ പറയാൻ പറ്റില്ല. അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായി അദ്ദേഹം 2 വർഷം തെറ്റി അദ്ദേഹത്തിന് പിന്നെ രാജിവെക്കുന്നത് തോന്നി അദ്ദേഹം രാജിവെച്ചു. ഇതിന് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ആ സമയത്തിന്റെ സാഹചര്യം അനുസരിച്ച് നീങ്ങും. UDF തെരഞ്ഞെടുപ്പിൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. കഴിഞ്ഞ കാലം നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് UDF നല്ല വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പിന്തുണയും സഹായകരമാകുമല്ലോ. ഇന്നതാളൊന്നുമില്ലല്ലോ. അത് നിങ്ങളൊരു പാത്രക്കാരൻ നിങ്ങൾ തീരുമാനിച്ചാൽ പാർട്ടി തീരുമാനിക്കും. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ VD സതീഷിനെതിരെ പറഞ്ഞ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, മാപ്പ് അപേക്ഷിക്കുന്നു, അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറുവശത്ത് സ്ഥാനാർത്ഥി VS ജോയി ആകണമെന്ന സൂചന നൽകി വയ്ക്കുന്നു. അതായത് ഷൗക്കത്തിനെതിരെയാണ് ആ ഒളിയമ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഷൗക്കത്ത് പറയുന്നത് അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്, അതിൽ അൻവർ ഇടപെടേണ്ടതില്ല എന്ന്. എന്താണ് UDF ക്യാമ്പിൽ ഉണ്ടാക്കുന്ന അങ്കലാപ്പ് അൻവറിൻ്റെ വാക്കുകളിലൂടെ? കൃഷ്ണരാജ, നിലമ്പൂർ നിയമസഭാ മണ്ഡലം നമുക്കറിയാം UDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം.
കൂടിയാണ്. കാരണം കുറേ കാലങ്ങളായി UDFിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു, അല്ലെങ്കിൽ അവർക്കായിരുന്നു ഈ നിയമസഭാ മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നത്. പിന്നീട് PV അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ചാണ് ഈ മണ്ഡലം പിടിച്ചെടുത്തത്. അതായത് അതിനു മുൻപ് ആര്യാടൻ മുഹമ്മദ് സ്വന്തം തട്ടകമാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ PV അൻവർ ഇവിടെ വിജയിച്ചു. പക്ഷേ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPMന് അത്രത്തോളം തന്നെ വലിയ ശക്തിയുള്ള ഒരു നിയമസഭാ മണ്ഡലം അല്ല നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വീണ്ടും ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായമാണ് മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ UDFിലെ കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് PV അൻവർ ഇവിടെ MLA ആയിരുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്തുമായി നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം എതിർപ്പുകളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഭിന്നത നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഭിന്നതയും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ചില ഭിന്നതകൾ അടക്കം നേരത്തെ തന്നെ ഇവിടെ നിലനിന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം UDFിന് നിരുപാധികം പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് എതിരെയുള്ള ചില ഒളിയമ്പുകൾ കൂടി അദ്ദേഹം തുറന്നു വച്ചിട്ടുണ്ട്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത്, അല്ലെങ്കിൽ VS ജോയിയെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നതാണ് തൻ്റെ ആവശ്യം എന്ന് PV അൻവർ പറയുന്നു. കാരണം അതിന് അദ്ദേഹം കൃത്യമായി എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങൾ, മലയോര പ്രദേശങ്ങളിൽ കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ VS ജോയി ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ഈ മലയോര മേഖലയിലെ വികസനങ്ങളും അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ UDFിൻ്റെ വിജയവും ഉണ്ടാകൂ എന്നാണ് അൻവർ എടുത്തു പറയുന്ന ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ ഹൈക്കമാൻഡ് ആണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത്, സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. PV അൻവറിൻ്റെ പരാമർശത്തോട് താൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, ആ വിഷയം പിന്നീട് ചർച്ച ചെയ്യും, അതിൽ ഇപ്പോൾ താൻ പ്രതികരിക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ കാര്യം തീരുമാനിക്കേണ്ടത്, കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല, അത് ഹൈക്കമാൻഡാണ്, അന്തിമമായി തീരുമാനിക്കുക ഹൈക്കമാൻഡാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് UDFിൽ ഒരു വലിയ ഭിന്നത തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം രംഗത്ത് ഉണ്ട്. അവരുടെ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുമ്പോൾ തന്നെ മറുവിഭാഗത്ത് VS ജോയിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗം VS ജോയിയുടെ നേതൃത്വത്തിലുള്ളതാണ്. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രവർത്തനം UDFിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്നത് തന്നെയാണ് അൻവറിൻ്റെ ഇപ്പോഴുള്ള ഈ നിലപാടുകൾ. അദ്ദേഹം UDFിന് നിരുപാധിക പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള ഒളിയമ്പുകൾ ഇവിടെ തുറന്നു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിൽ ഇനി മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലും അവരുടെ ഓരോ നീക്കങ്ങളും ഇനി വരും കാലങ്ങളിൽ വളരെ നിർണായകം തന്നെയാണ്. കാരണം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഇടപെടലും അവരുടെ അവർ സ്വീകരിക്കുന്ന നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കൃത്യമായൊരു നിലപാട് പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം അത് UDFിൽ ചർച്ച ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് അല്പസമയം മുൻപ് PK കുഞ്ഞാലിക്കുട്ടിയും അവരുടെ മറ്റൊരു MLA ആയ PK ബഷീറും അടക്കം പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണരാജ്, ശരി. ഏതായാലും അൻവറിൻ്റെ ഒളിയമ്പ് ഷൗക്കത്തിന് നേരെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയുന്നതിലൂടെ കോൺഗ്രസിൽ മലപ്പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടാനാണ് അൻവറിൻ്റെ പരോക്ഷമായ പരിശ്രമം എന്നുകൂടി പറയാതെ വയ്യ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മൻ. അൻവറിൻ്റെയും UDFിൻ്റെയും പോയിന്റ് ഒന്നു തന്നെയെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രണ്ടു ഭാഷയാണ് ഇരു കൂട്ടർക്കും ഉള്ളതെങ്കിലും പറയുന്ന പോയിന്റ് ഒന്നാണ്. രണ്ടു കൂട്ടരെയും പിണറായി സർക്കാർ വേട്ടയാടുന്നത് ഒരുപോലെയാണ്. രാഷ്ട്രീയമായി ഇഷ്ടമില്ലാത്ത ആളുകളെ തകർക്കുന്നതാണ് സർക്കാരിൻ്റെ നടപടിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കാര്യമല്ലേ ഉള്ളൂ. ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നു, നന്നായി അൻവറും ഇപ്പോൾ എതിർക്കുകയാണ്. ഭാഷ രണ്ട് രൂപത്തിലാണെന്നൊരിക്കലും പോയിന്റ് ഒരു രൂപത്തിൽ തന്നെ നിൽക്കുകയല്ലേ. രണ്ടു കൂട്ടരും ഈ ഗവൺമെൻറ്റിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത ആളുകളെ തകർക്കുന്ന അവരുടെ ശൈലി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു സ്റ്റീം റോളർ ഈ ഗവൺമെൻറ്റിനെതിരെ നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. ശരി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം എന്ത് പ്രതിഷേധം? എന്താ പ്രതിഷേധം? എന്താ നിങ്ങൾ പഠിച്ചിട്ട് പറ.
എന്താ പ്രതിഷേധം? അല്ല, അത് എന്തേത് പറയാം, ഉടൻ തന്നെ ഞാൻ പറയല്ലേ. രാഷ്ട്രീയമായ ഒരു കാരണമില്ല. രാഷ്ട്രീയമായ കാരണമുണ്ട്, ഇപ്പോഴും അത് തന്നെയല്ല. എന്താ വ്യത്യാസമുണ്ട്? ആർക്കെങ്കിലും മാറ്റം വന്നോ? അന്നത്തെ ആൾക്കാർ മോശവും ഇപ്പോഴത്തെ മെച്ചമൊന്നും അഭിപ്രായം ഉണ്ടോ? RSS BJPയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ അന്ന് മോശക്കാർ ഇന്ന് നല്ലവരാണോ? അങ്ങനെ അഭിപ്രായം ഇവർക്കുണ്ടോ? നമ്മൾ കേരളത്തിൻ്റെ കേരളം അപജയത്തിൻ്റെ പാതയിലാണ്. വേറൊരു സ്റ്റൈലിലാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 67 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനസംഘവുമായിട്ട് ഒന്നിച്ച് ഭരിക്കാമോ? ഭരിച്ച ബീഹാറിനെ പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചു നോക്ക്. ഒരെണ്ണം ആരും പഠിക്കില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും ചെയ്യും. ഞാൻ സ്നേഹത്തോട് പറഞ്ഞാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. പത്തനംതിട്ട പീഡന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. 58 പ്രതികളാണ് കേസിലാകെ ഉള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി. 4 സ്റ്റേഷനുകളിലായി 29 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് പീഡനം നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം. എത്രയും വേഗം കൂടുതൽ പ്രതികളിലേക്ക് എത്താനുള്ള പോലീസിന്റെ ശ്രമം. ജോലി ആവശ്യത്തിനും മറ്റും വിദേശത്തേക്ക് പോയ പ്രതികളെ തിരികെ കൊണ്ടുവരാനുള്ള പോലീസിന് മുന്നിലെ വെല്ലുവിളി. കേരളത്തെ ലജ്ജിപ്പിച്ച പത്തനംതിട്ട പീഡനക്കേസ് അന്വേഷണം ഇങ്ങനെ നീളുന്നു. 62 പേർ ലൈംഗിക ചൂഷണം ചെയ്തു എന്ന പെൺകുട്ടിയുടെ മൊഴിയിൽ 58 പേർക്കെതിരെ പോലീസ് തെളിവുകൾ ശേഖരിച്ചു. പെൺകുട്ടി ഉപയോഗിച്ച മൊബൈൽ ഫോൺ, കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എന്നിവയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 58 പ്രതികളെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പത്തനംതിട്ട, ഇലവന്തിട്ട, പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിലായി 29 FIRകൾ കേസിൽ ആകെ രജിസ്റ്റർ ചെയ്തു. കേസിന്റെ ഗൗരവം പരിഗണിച്ച് അന്വേഷണ മേൽനോട്ട ചുമതല DIG അജിത ബീഗത്തിന് നൽകിയിരുന്നു. ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകളും കേസന്വേഷണം നിരീക്ഷിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട. വീണ്ടും നെയ്യാറ്റിൻകര സമാധി കേസിലേക്ക്. കല്ലറ പൊളിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് സബ് കളക്ടർ പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത്ത് ചേരും. നേരത്തെ VSDPയുടെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രതികരിച്ചും ഇതുതന്നെയാണ്. ബന്ധുക്കളെ അറിയിക്കാതെയാണ് ഈ കല്ലറ പൊളിക്കാനായി, സമാധി സ്ഥലം പൊളിക്കാനായി എത്തിയത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധം ഉയർത്തുന്നത്. ഒരു വിഭാഗത്തിൻ്റെ മാത്രം വാക്ക് കേട്ടുകൊണ്ട് ദുരൂഹത ആരോപിച്ച് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഒരു വിഭാഗം നാട്ടുകാർ ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ സമാധി സ്ഥലം പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് അവർ എടുത്തത്. ഏതായാലും സബ് കളക്ടർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. താൽക്കാലികമായി കല്ലറ പൊളിക്കൽ നിർത്തിവച്ചിരിക്കുന്നു. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കാനാണ് സബ് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അവിടെ സംഘർഷം നേരിയ തോതിൽ ഉണ്ടായിരുന്നു. അതായത് ഈ കല്ലറ പൊളിക്കാനെത്തിയ സബ് കളക്ടറുടെ സംഘത്തെ തടയാൻ ശ്രമിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, പുതിയ വിവരങ്ങൾ പ്രകാരം താൽക്കാലികമായി കല്ലറ പൊളിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നു അല്ലേ? അതെ കൃഷ്ണരാജ്, കാരണം വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് 2 രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഒരു വിഭാഗം നാട്ടുകാർ ഈ കുടുംബത്തിനെതിരെ സംഘടിച്ചു വരുമ്പോൾ മറ്റൊരു വിഭാഗം ഈ കുടുംബത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആചാരപ്രകാരമുള്ള അദ്ദേഹം സ്വയം സമാധിയായത് എന്നതിനുള്ള വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ചില സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരും അവിടെ കുടുംബത്തെ പിന്തുണച്ചെത്തുന്നുണ്ട്. കാരണം അവർ തന്നെയാണ് അദ്ദേഹം സമാധിയാകുന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതും അത് സംബന്ധിച്ച നോട്ടീസുകൾ അടക്കം അവർ പുറത്തിറക്കിയിരുന്നു. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല. പക്ഷേ ദുരൂഹതകൾ ആരോപിക്കുന്നവർക്ക് മറ്റ് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തെ അനുകൂലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത്. അഭിഭാഷകരടക്കമുള്ളവർ ഈ കുടുംബത്തിന് പിന്തുണയുമായി അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ഇപ്പോൾ സബ് കളക്ടറുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. താൽക്കാലികമായി ഈ സമാധി പൊളിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ളത്. അത് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം കുടുംബത്തിന്റെ കൂടി ഭാഗം കേട്ട ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ നിലപാട്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചൊരു യോഗം ഒരുപക്ഷെ അവിടെ ചേരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ വശം കൂടി കേട്ട ശേഷം ഈ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം 2 ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നുമുണ്ട്. ശരി, ബന്ധുക്കളുടെ ഭാഗം കൂടി കേട്ടിട്ടാകാം ഇനി തുടർ നടപടികൾ എന്ന തീരുമാനത്തിലേക്ക് സബ് കളക്ടർ എത്തുന്നു. ഏതായാലും സമാധി കേസിൽ കല്ലറ പൊളിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ശ്രീ പാർവതീദേവിയുടെ തിരുനട തുറന്നു.
പതിനായിരക്കണക്കിന് ഭക്തരാണ് ആദ്യ ദിനം തന്നെ ദർശനത്തിനെത്തിയത്. നടതുറപ്പ് മഹോത്സവം ജനുവരി 23-ന് സമാപിക്കും. അകവൂർ മനയിൽ നിന്ന് ദേവിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണം എതിരേറ്റുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മനയിലെ മുതിർന്ന അംഗങ്ങൾ ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറി. തുടർന്ന് പൂത്താലങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും പൂക്കാവടികളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് രഥഘോഷയാത്രയായി തിരുവാഭരണങ്ങൾ എതിരേറ്റു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഉടനെ പ്രത്യേക ആചാരാനുഷ്ഠാനത്തോടെ ശ്രീപാർവതി ദേവിയുടെ നട തുറന്നു. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. നടതുറപ്പ് വേളയിൽ ദർശനം നടത്തിയാൽ മംഗല്യഭാഗ്യവും ദീർഘമംഗല്യ സൗഭാഗ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകിട്ട് 2 മുതൽ രാത്രി 9 വരെയുമാണ് ദർശന സമയം. ജനുവരി 23-ന് നടതുറപ്പ് മഹോത്സവം സമാപിക്കും. ജനം, കൊച്ചി. ഹരിപ്പാട് കാർത്തികപ്പള്ളിയിൽ ക്ഷേത്രം വക സ്ഥലം കയ്യേറി നശിപ്പിച്ചെന്ന് പരാതി. മഹാദേവികാട് പുളിക്കീഴ് ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയും ഉപദേവതാ പ്രതിഷ്ഠയുമാണ് നശിപ്പിച്ചത്. ക്ഷേത്രത്തിന് സമീപമുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ മതിൽ നിർമ്മാണത്തിനായാണ് വഴിയും അമ്പലവും നശിപ്പിച്ചത്. കഴിഞ്ഞ മാസം 28-നാണ് മഹാദേവികാട് പുളിക്കീഴ് ക്ഷേത്രത്തിന്റെ നടവഴി തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കിനായി കൈയേറിയത്. സ്ഥലത്തെ കോൺഗ്രസ് നേതാവും കണ്ടാലറിയാവുന്ന 2 പേരും ചേർന്നായിരുന്നു അതിക്രമം. ബാങ്കിന്റെ മതിൽ കെട്ടുന്നതിനായി JCB കയറ്റി ഉപദേവതാ പ്രതിഷ്ഠയും നശിപ്പിച്ചു. 400 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ നിലവിലുള്ള നടവഴി അടച്ചുകെട്ടിയാണ് മതിൽ കെട്ടാനൊരുങ്ങുന്നത്. ക്ഷേത്രം വഴി തടസ്സപ്പെടുത്തിയതിനും ഉപദേവതാ പ്രതിഷ്ഠ നശിപ്പിച്ചതിനും കാവ് കയ്യേറ്റത്തിനുമെതിരെ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. ഇത് ഏകദേശം 400 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നമ്മുടെ ഈ സൊസൈറ്റി ക്ഷേത്രത്തിൻ്റെ വഴി കയ്യേറി അത് ബന്ധാക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ ഒരു കോടതി മുഖേന ഒരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളിൽപ്പെട്ട ആരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ആരുമായിട്ട് സംസാരിക്കാതാണ് ഇപ്പോൾ പുതിയൊരു വഴി അവർ രൂപാന്തരപ്പെടുത്തിയിരുത്തിയിരിക്കുന്നത്. സൊസൈറ്റിയിലെ ആൾക്കാർ ഇവിടെ കയ്യേറി ഇത്രയും ദുഷ്പ്രവർത്തികൾ ചെയ്തതിനെതിരായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഒരു നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേസെടുക്കാതെ പോലീസ് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ക്ഷേത്രം ഭാരവാഹികൾ വഴങ്ങിയില്ല. തുടർന്ന് ഭാരവാഹികൾ കോടതിയെ സമീപിച്ചതോടെ മതിൽ കെട്ടുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഞങ്ങൾ കെട്ടാൻ സമ്മതിക്കില്ല. ക്ഷേത്രത്തിൻ്റെ വഴി മാറ്റി വേറൊരു വഴി നിന്ന് ചില ആചാരങ്ങളുണ്ട്, ചില അനുഷ്ഠാന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ദേവന് ഹിതമാണോ ആ വഴി കൂടി പ്രവേശിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്കത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ വളരെ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നതാണ് ഈ തറ അവർ തകർത്തിരിക്കുന്നത്. അത് പറ്റുന്നൊന്ന് കെട്ടി നേരെയാക്കാവുന്നൊന്നുമല്ല. ഒരുപാട് താന്ത്രിക വിധിപ്രകാരം പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊക്കെ പരിഹാരം ഉണ്ടായേ ഒക്കത്തുള്ളൂ. ക്ഷേത്രവഴി തടസ്സപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമീപവാസികളും ഭക്തരും. അതിക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി പോലീസിൽ പരാതി നൽകി. ജനം, ആലപ്പുഴ. ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം അട്ടിമറിച്ച് ബംഗ്ലാദേശ് അന്വേഷണ ഏജൻസികൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രാഷ്ട്രീയ പ്രേരിത അതിക്രമമെന്ന് പോലീസ് റിപ്പോർട്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായത് വംശീയ അതിക്രമമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനുസ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുണ്ടായ പ്രതിഷേധത്തിന്റെ മറവിൽ നടന്ന അതിക്രൂരമായ ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം അട്ടിമറിക്കുകയാണ് ബംഗ്ലാദേശിലെ പോലീസും സുരക്ഷാ ഏജൻസികളും. ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ചാക്രമിച്ച് ആരാധനാലയങ്ങൾ തകർത്ത സംഭവങ്ങൾ പോലും രാഷ്ട്രീയ പ്രേരിത അതിക്രമമെന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. കലാപം ആളിക്കത്തിയ ഓഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത 1415 കേസുകളിൽ 98.4% രാഷ്ട്രീയ പ്രേരിതമാണെന്നും വംശീയ അതിക്രമങ്ങൾ നടന്നിട്ടില്ലെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. എന്നാൽ അധികാരത്തിലേറുമ്പോൾ ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനുസ് തന്നെ
ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന വംശീയ അതിക്രമം വേദനിപ്പിക്കുന്നതാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിരം ഏറ്റെടുത്ത് ബംഗ്ലാദേശിൽ നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ കലാപമായി മാറിയത്. ജനം, ഡൽഹി. ജമ്മുകശ്മീരിൽ സേനാമാർഗ് ടണൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇസഡ് മോർ ടണൽ എന്നും അറിയപ്പെടുന്ന പാത തുറന്നതോടെ ശ്രീനഗറിനും സേനാമാർഗിനും ഇടയിൽ എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാകും. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. കടുവയെ കൂടുവച്ചു പിടിക്കാനാണ് ഫോറസ്റ്റിന്റെ ശ്രമം. സ്ഥലത്തെ വിദ്യാലയങ്ങൾക്ക് പ്രാദേശിക അവധി നൽകി. അതേസമയം സമീപ പ്രദേശത്തായി മറ്റൊരു ആടിനെ കടുവ കൊന്നു. പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ 2ാം ദിനവും തുടരുകയാണ്. കടുവയെ കൂടുവച്ച് പിടിക്കുവാനാണ് വനംവകുപ്പിന്റെ നീക്കം. വേണ്ടിവന്നാൽ കടുവയെ മയക്കുവെടി വയ്ക്കും. കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം അമരക്കുനിയിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറം ഒരു ആടിനെ ഇന്ന് രാവിലെ കടുവ കൊന്നു. 12 മണിയായപ്പോൾ ഞങ്ങൾ മിറ്റത്തിറങ്ങി മൂത്രമൊഴിച്ച് കയറി ചായയും വെച്ച് കുടിച്ചിരുന്നപ്പോൾ ഒച്ച കേട്ട് ഒച്ച കേട്ട്. എന്നാലും ഞങ്ങൾ പറഞ്ഞു കടുവയാ. ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ കടുവ വലിച്ചോണ്ട് ഓടും അതിനെ കണ്ട്. അപ്പൊ ചേട്ടൻ പുറകെ പോയപ്പോൾ ഞാൻ ചേട്ടനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകും. കണ്ടു വലിച്ചോണ്ട് പോകും. എന്നാലും ഉടനെ ഞങ്ങൾ അയൽക്കാരൊക്കെ വിളിച്ചു. വെച്ചു. അപ്പൊ തന്നെ ഫോറസ്റ്റുകാർ വന്നോ? അവർക്ക് എന്നാലും അവരുടെ നമ്പർ ഞങ്ങൾക്ക് വേറെ ഒരാഴ്ച തന്ന് വേഗം രൂവിനെ വിളിച്ചു. രൂവ് എല്ലാരെയും വിളിച്ചു. ഞങ്ങളും വിളിച്ചു. സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. സുരക്ഷ കണക്കിലെടുത്ത് സ്ഥലത്തെ വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. 2 ആഴ്ചക്കിടെ 3 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ജനം, വയനാട്. തൃപ്പൂണിത്തുറയിൽ യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണവും വാഹനവും തട്ടിയെടുത്ത കേസിൽ കൂടുതൽ കണ്ണികളിലേക്ക് അന്വേഷണം. കേസിൽ 5 പേരെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രസിദ്ധ ഗുണ്ടാത്തലവൻ മരട് അനീഷിന്റെ സഹോദരൻ ആഷിഖ് ആന്റണി ഉൾപ്പെടെയാണ് പിടിയിലായത്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ മരട് അനീഷിന്റെ സഹോദരൻ മരട് ആണിക്കാട്ടിൽ ആഷിഖ് ആന്റണി, സുറുമി, തൊടുപുഴ സ്വദേശി തോമസ്, പത്തനംതിട്ട സ്വദേശിനിയും മരടിൽ താമസിക്കുകയും ചെയ്യുന്ന നേഹ ആഷിഖ്, നെട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജിജി എന്നിവരായിരുന്നു പിടിയിലായത്. വൈക്കം സ്വദേശിയായ യുവാവിന്റെ പരാതിയിലായിരുന്നു കേസ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഹണി ട്രാപ്പിൽപ്പെടുത്തിയുള്ള കവർച്ച നടക്കുന്നത്. തൃപ്പൂണിത്തുറ മാർക്കറ്റിനടുത്തുള്ള ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്ത ആഷിഖും സുറുമിയും പരാതിക്കാരന്റെ നമ്പറിലേക്ക് കോൾ ഗേൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സുറുമിയുടെ നമ്പർ അയക്കുകയും സൗഹൃദം സ്ഥാപിച്ച് ലോഡ്ജിലെത്തിക്കുകയുമായിരുന്നു. പരാതിക്കാരൻ മുറിയിലെത്തിയപ്പോൾ തന്നെ വാതിലടയ്ക്കുകയും പുറത്തുനിന്ന് ആഷിഖും തോമസും വാതിൽ തള്ളിത്തുറന്ന് അകത്ത് കയറി ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ വീഡിയോ കാണിച്ച് പല തവണകളായി 13,500 രൂപ, മൊബൈൽ ഫോൺ, ബൈക്ക് എന്നിവ തട്ടിയെടുക്കുകയും ഭീഷണി തുടരുകയും ചെയ്തു. കേസിൽ മറ്റ് കണ്ണികളുണ്ടോ എന്നും ഇത്തരത്തിൽ മറ്റ് ആരിൽ നിന്നെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, കൊച്ചി. ഫാഷൻ ലോകത്ത് പുത്തൻ ചുവടുവയ്പുമായി ജിഷാദ് ശംസുദ്ദീനും രാഹുൽ മേനോനും. ഇരുവരും ചേർന്ന് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ എക്സ്പീരിയൻസ് സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ആസിഫ് അലി സ്റ്റോറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ശരണമെൻ്റയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര.
മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചു. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി ലാഹയിലെത്തും. സ്വാമിയെ ശരണം, അയ്യപ്പ ശരണം വിളികൾ മാത്രം മുഴങ്ങി ശരണപാത. എങ്ങും തിങ്ങി നിറഞ്ഞ ഭക്തർ. എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു ലക്ഷ്യം, അത് അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്രയെ വണങ്ങുക എന്നത് മാത്രമാണ്. ക്ഷേത്രങ്ങൾ, ഹൈന്ദവ സംഘടനകൾ, കുടുംബങ്ങൾ എല്ലാം വലിയ സ്വീകരണമാണ് ശരണപാതകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഘോഷയാത്രയെ അനുഗമിച്ച് ഭക്തജനങ്ങളും ശബരിമല തീർത്ഥാടകരും മുടങ്ങാതെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ചേരുന്ന അയ്യപ്പന്മാരുണ്ട്. അവരിൽ ചിലർ 10 വർഷങ്ങളായും ചിലർ 40-ലധികം വർഷങ്ങളായും ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേരുന്നു. ഘോഷയാത്രയോട് നേരത്തെ പോയിട്ടുണ്ട്. അല്ല, ഇതിൽ അംഗമായതിനു ശേഷം 43-ാമത്തെ വർഷമാണ്. പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മാതിരിയുള്ള തിരക്ക് അന്ന് ഇതുപോലെ തിരക്കില്ല. ഞാൻ പോകുന്ന തുടക്കത്തിലൊന്നും അന്ന് ഞങ്ങൾ 10-11 പേരേ ഉള്ളൂ. ഇപ്പോഴേ 26-30 പേരൊക്കെ ആയത്. ഇപ്പം തിരക്ക് കൂടി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണിയോടെ ലാഹ വനം വകുപ്പ് സത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേരും. രാത്രി ഇവിടെ തങ്ങി നാളെ പുലർച്ചെ 2 മണിക്ക് ഘോഷയാത്ര 3ാം ദിവസത്തെ പ്രയാണം തുടങ്ങും. കാനനപാതയിലൂടെ സഞ്ചരിച്ച് രാവിലെ 9 മണിക്ക് നിലക്കൽ ക്ഷേത്രത്തിലെത്തും. അട്ടത്തോട് വഴി വീണ്ടും കാനനപാതയിലേക്ക് പ്രവേശിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് 5:30യോടെ ശരംകുത്തിയിലെത്തും. ഇവിടെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ആചാരപരമായ സ്വീകരണം. സന്നിധാനത്ത് ഘോഷയാത്ര എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിച്ച് സായുജ്യം നേടുന്നതിനും മകരജ്യോതി ദർശിക്കുന്നതിനും ഇനി ഭക്തരുടെ കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ. ജനം, പത്തനംതിട്ട. പ്രധാനമന്ത്രി ജമ്മു കശ്മീരിലാണ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. साथियों, हमने खोए हैं। मैं आज सबसे पहले उनका पुण्य स्मरण करता हूं। साथियों, ये मौसम, ये बर्फ, ये बर्फ की सफेद चादर से ढकी एक खूबसूरत पहाड़ियां, दिल एकदम प्रसन्न हो जाता है। 2 दिन पहले हमारे मुख्यमंत्री जी ने सोशल मीडिया पर यहां की कुछ तस्वीरें शेयर की थी। उन तस्वीरों को देखने के बाद यहां आपके बीच आने के लिए मेरी बेसब्री और बढ़ गई थी। और जैसा अभी मुख्यमंत्री जी ने बताया कि मेरा कितना लंबे कालखंड से आप सबसे नाता रहा है और यहां आता हूं तो बरसों पहले के दिन याद आने लग जाते हैं। और जब मैं भारतीय जनता पार्टी के संगठन के कार्यकर्ता के रूप में काम करता था, तब अक्सर यहां आना होता था। इस एरिया में मैंने काफी समय बिताया है। सोनमर्ग हो, गुलमर्ग हो, गांदरबल में, बारामूला हो, सब जगह हम घंटों घंटों कई किलोमीटर पैदल सफर किया करते थे। और बर्फबारी तब भी बड़ी जबरदस्त हुआ करती थी। लेकिन जम्मू कश्मीर के लोगों की गर्मजोशी ऐसी है कि ठंडक का एहसास नहीं होता था। साथियों, आज का दिन बहुत ही खास है। आज देश के हर कोने में उत्सव का माहौल है। आज से ही प्रयाग
प्रयागराज में महाकुंभ का आरंभ हो रहा है। करोड़ों लोग वहां पवित्र ജമ്മുകശ്മീരിലെ ഏത് കാലാവസ്ഥയിലും സഞ്ചരിക്കാവുന്ന സോനോമാർഗ് ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.